അതുതന്നെ കൊടിയിലെ ഇരിപ്പെന്ന ഗ്രാമത്തിലെ കുടുംബനം. മൈസൂർ കാടുകളും അതുപോലെ തന്നെ നിലമ്പൂർ കാടുകളും മഹാരാഷ്ട്ര കാടുകളും സ്ഥിതി ചെയ്യുന്നു. കൊടുകുന്ന പ്രദേശത്തെ ടച്ച് ചെയ്യുന്ന ഒരു ഭയാനകരമായ കാട്. ഒരാഴ്ചക്കാലം പണിക്ക് പോയാൽ പോലും ഈ യുവാക്കൾ ഇത്രത്തോളം വിയർത്തിട്ടുണ്ടാവില്ല. അത്രയും ഭയാനകരമായ ചെകുത്തായ ഇറക്കമാണ് ഈ കാട്ടിൻ്റെ ഉൾപാതയിൽ. അതെ, കാടറിയണം, കാടിൻ്റെ സ്പന്ദനമറിയണം, അതിൻ്റെ ഹൃദയമറിയണം, എങ്കിൽ മാത്രമേ അതെ, കാടിൻ്റെ സ്പന്ദനമറിയണം, എങ്കിൽ മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതെ, ഇതുതന്നെയാണ് പള്ളിയാൽ എന്ന ദേശത്തു നിന്നും കൊടുകുന്ന ദേശത്തിലേക്ക് വിനോദയാത്രയ്ക്ക് പോന്നപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ട കാട്ടിലെ മൂപ്പൻ, മരമെന്ന മൂപ്പൻ, കാട്ടിലെ മൂപ്പൻ. ഇവിടുത്തെ ദിവ്യ ഔഷധങ്ങളിൽപ്പെട്ട ഒരു ഷെർമാൻ എന്ന് പറയുന്ന ഒരു വൃക്ഷമാണ് ഇത്. ഈ കടപുഴകി വീണ ഇതിൻ്റെ അടിഭാഗം മണ്ണിനടിയിലേക്ക് പോയിരിക്കുന്നു. അതെ, ഇവിടെ തന്നെയാണ് പുലിമുരുകനിൽ മോഹൻലാൽ കാട് കയറിയ സ്ഥലം. അതുപോലെ തന്നെ ലാലും സംവിധായകരുമെല്ലാം കയറിയ ആ സ്ഥലം ഇത് തന്നെയാണ്. പുലിയുണ്ട്, കടുവയുണ്ട്, കരിമ്പുലിയുണ്ട്, ഈറ്റപ്പുലികളുണ്ട്, അതുപോലെ തന്നെ രാജവമ്പാലയും കരിമൂർക്കനും അണയിലുമെല്ലാം വസിക്കുന്നു. ആ കാട് തന്നെയാണിത്, മൈസൂർ കാട്. കർണാടകയിലെ അതുപോലെ തന്നെ നിലമ്പൂർ കാടുകൾ ടച്ച് ചെയ്യുന്ന വീരപ്പനും കോരപ്പനുമെല്ലാം വസിച്ചിരുന്ന ആ മലങ്കാട്. അതെ, ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ചന്ദനത്തിന് കടത്താൻ വീരപ്പനും കോരപ്പനുമെല്ലാം ഈ വെള്ളത്തിൽ നിന്നാണ് കുളിച്ചിരുന്നതും കുടിച്ചിരുന്നതും. നല്ല ഒരു നീരുറവ തന്നെയാണ് ഇത്. അലിയാലിൽ നിന്നും മരങ്കാക്കയോടും അമീറസനോടും ആബിദിനോടും ഹിജാസിനോടും കൂടി ക്യാമറമാൻ ക്വാരിസ്.